കഥയുടെ പേരാണ് കടത്തുകാരൻ പെരുമ്പാമ്പ്. ഒരിടത്ത് ഒരു എലിയച്ഛനും എലിയമ്മയും കുട്ടികളും ഉണ്ടായിരുന്നു. അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പരുന്ത് വന്ന് എലിയച്ഛനെ റാഞ്ചിക്കൊണ്ട് പോയി. അയ്യോ, രക്ഷിക്കണേ! എലിയച്ഛൻ പുറകെ കടന്നു. പരുന്ത് എലിയച്ഛനെ കൊണ്ട് ദൂരേക്ക് പോയി. എന്ത് ചെയ്യും? എലിയച്ഛൻ ചിന്തിച്ചു. ഒരു ബുദ്ധി തോന്നി, ചത്തത് പോലെ കിടക്കാം. മരത്തിലെത്തിയപ്പോൾ എലി ചത്തെന്ന് വിചാരിച്ചു. പരുന്തൊന്ന് പിടുത്തം കുറച്ചു വിട്ടു. ഈ തക്കത്തിന് എലി ചാടി രക്ഷപ്പെട്ടു. എലിയച്ഛനെ കാണാതായ കരിഞ്ഞു നടക്കുന്ന എലിയമ്മയുടെ അടുത്തേക്ക് ഒരു മണിപ്രാവ് പറന്നു വന്നു. അച്ഛൻ അക്കരെ വന്നു. നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അക്കരെ പോകുന്നത് കടത്തുകാരൻ പെരുമ്പാമ്പിന്റെ പുറത്ത് കയറി പോകുന്നു. മണിപ്രാവ് പറഞ്ഞു. എലിയമ്മയും മക്കളും പുഴക്കടയിലെത്തി. അക്കരയ്ക്ക് പോകണം, എലിയമ്മ പറഞ്ഞു. ശബ്ദം കേട്ട് തിരഞ്ഞു നോക്കി. പെരുമ്പാമ്പിന് സന്തോഷം വന്നു. ഹായ്, ഉഷാലായി, എലികളെ തിന്നാം, പെരുമ്പാമ്പ് വിചാരിച്ചു. എലിയമ്മയും മക്കളും പുറത്തു കയറി പുഴയുടെ നടുക്കിലെത്തി. എലിയമ്മ പറഞ്ഞു, ഞങ്ങൾ അക്കരെ എത്തിയിട്ട് വേണം അവിടെയുള്ള 100 എലികളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. 100 എലികളോ? പെരുമ്പാമ്പ് ചോദിച്ചു. 100 എലികളെ ഒറ്റയടിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, 10 കുറേശ്ശെ കൊണ്ടുവരാം, പെരുമ്പാമ്പ് പറഞ്ഞു. എലിയമ്മയ്ക്ക് കാര്യം മനസ്സിലായി. എലിയമ്മ സമ്മതിച്ചു. മണ്ടൻ പെരുമ്പാമ്പ് തിഞ്ചിച്ചു. അക്കരേതാ? എലിയച്ഛൻ നിൽക്കുന്നു. എലിയമ്മ പറഞ്ഞത് സത്യമാണെന്ന് പെരുമ്പാമ്പ് വിചാരിച്ചു. കടയിലെത്തിയപ്പോൾ എലിയമ്മയും മക്കളും എലിയച്ഛനെ ചാടി എലിയച്ഛനെ കൂട്ടി കാട്ടിലേക്ക് ഓടി. എലികളെ കൊണ്ടുവരുന്നതും നോക്കി പെരുമ്പാമ്പ് കിടന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ താൻ മണ്ടനായെന്ന് പെരുമ്പാമ്പിന് മനസ്സിലായി. നാളത്തോടെ പെരുമ്പാമ്പ് വെള്ളത്തിലേക്ക് താഴ്ന്നു. നന്ദി, നമസ്കാരം.